അതെ ഇതാ നിങ്ങളാ പറഞ്ഞ പേപ്പറുകളൊക്കെ ഉണ്ട് എന്റെ ആ പോക്ക് വരവിന്റെ ഇതിനെ. എല്ലാ പേപ്പറും ഉണ്ടോ? എല്ലാ പേപ്പറും ഉണ്ട്. ഇനി പേപ്പറൊന്നും എടുക്കാനൊന്നുമില്ല. ഇതിന്റെയൊക്കെ ഫോട്ടോ സ്റ്റാറ്റ് വേണം. അപ്പൊ എനക്ക് അന്നാ പറയാറുന്നില്ല. ഞാൻ ചോദിച്ചല്ലേ ഞാൻ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം എന്നുള്ളത്. ഞാൻ അന്ന് പ്രത്യേകം പറഞ്ഞതാ. ഇന്നോളോ? ആ എന്തൊരു മുലക്ക റബ്ബ ഈ നിലക്ക് മനുഷ്യന്മാരനെ അങ്ങനെ. ഒരു കാര്യം ചെയ്യ്, ഇതിന്റെ ഫോട്ടോ സ്റ്റാറ്റും കൂടി എടുത്തോ. നല്ലൊരുക്കുള്ള ഇനി വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ലേക്ക, ഇതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് വേണം ഞാൻ പറഞ്ഞതാ. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കണേന് നിങ്ങൾ മറുപടി പറയും. ഈ ഫോട്ടോ സ്റ്റാറ്റ് ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ എന്തിനെങ്കിലും വിടുമോന്ന് അറിയാനാണ്. ഇല്ല, ഒന്നുമില്ലല്ലോ. അല്ലേ ഉണ്ടോ? ആ അതിൻ്റെ ഉണ്ട് കേട്ടാ. എന്നെ കൊണ്ട് ഇത് അറിയിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇതാ ഫോട്ടോ സ്റ്റാറ്റ്. ഈ ഇത് മുമ്പ് കാണിച്ചാലേ വേറെ എന്തെങ്കിലും കൊണ്ടുവരാൻ പറയും. ഫോട്ടോ സ്റ്റാറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ എന്തേ ഇതിലേ ഒരു പേപ്പറിന്റെ ഒരു കുറവുണ്ട്. ആ പേപ്പർ അതിലുണ്ടാവൂല. അതിൽ തന്നെയല്ല എവിടെ ഉണ്ടാവില്ല ആ പേപ്പർ. അതിൻ്റെ എന്നിട്ട് കിട്ടൂല. അനക്ക് നല്ല ഈ ദുനിയാവിൽ ഒരാൾക്ക് ആ പേപ്പർ കൊടുത്തിട്ടിന്റെ കാര്യങ്ങൾ ഞാൻ നടത്തൂല. ഈ അത് ശരിയാക്കി തരാൻ നോക്കും. എന്നാ ഞാൻ ഇനി ഒരു കാര്യം പറയട്ടെ. എന്താ പറയാ എനിക്ക്? ഇതിപ്പോ നോക്കേണ്ടത് ഞാനല്ല, മന്മഥൻ സാറാ. അപ്പൊ എന്തിനാ ഈ ഓരോ പ്രാവശ്യം ഇങ്ങോട്ട് വരുമ്പോ എന്താ ഇങ്ങോട്ട് പോലെ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചായിരുന്നത്? എന്നെന്തിനാ ഇപ്പൊ പറ്റിച്ചത്? അതുപോലെ ഞാനും തിരിച്ചൊന്ന് പറ്റിച്ചതാ. എന്താ ഈ ജാതി ഇങ്ങോട്ട് കാറ്റേ വേണ്ട. ഈ ശരിയാക്കണ്ട. ആരാ ഞാൻ അത് നോക്കണ്ടേ? ഇതൊക്കെ അവിടെ പോയി വെരിഫൈ ചെയ്ത് കഴിയുമ്പോ ഞാൻ നോക്കും. ഞാൻ എന്റെ അടുത്ത് തന്നെ പറഞ്ഞോ? വേണം. ഇതൊരു ഹലാക്കാണ് റബ്ബേ. ഒരിടങ്ങറ. ആരാ ആരനെ കാണിക്കണ്ടത് ഇനി? മന്മഥൻ സാറിനെ. മന്മഥൻ സാറാ? നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. മന്മഥൻ സാറ്. മന്മഥനാ? ശരി, മന്മഥല്ല. ഒരു ഭാര്യയില്ലാത്ത കുറെ ആൾക്കാർ. അതെ ഇതാ എന്റെ അതൊന്നും നോക്കിയാൽ പോക്ക് വരവ് നടത്താനുള്ള ഇത് അങ്ങടയിലാണ് തരാൻ പറഞ്ഞത്. എന്നെ മനസ്സിലായോ? അതാണ് ഞാനിത് എങ്ങനെ എങ്ങനെ എവിടെ പറ്റേ മനസ്സിലായില്ലല്ലോ. എന്നെ മനസ്സിലായില്ല? ഇല്ല. മുറ്റത്തെ മുല്ല അതിപ്പോ വെട്ടി കളഞ്ഞു. അവിടെ ഒരു പന്ത് കെട്ടാൻ വേണ്ടിട്ട് അതൊക്കെ വെട്ടി. അയ്യോ അതല്ല, മുറ്റത്തെ മുല്ല, കുഞ്ഞാറ്റക്കിളി, 7 മുതൽ 7:30 വരെ ഫിഷ് ടിവിയില് സീരിയല്. അത് ശരി, അത് ഞാൻ കാണുന്നില്ല. അതെ ശരി, ഒന്ന് ബാക്ക് ഒന്ന് വലിഞ്ഞെന്ന്. ഞാനേ പുതിയൊരു മെഗാ സീരിയൽ അഭിനയിക്കുന്നുണ്ട്, കുഞ്ഞാലി മരയ്ക്കാർ. അതിലെന്റെ വാപ്പയായിട്ട് അഭിനയിക്കാൻ ഒരാളിനെ തപ്പിക്കൊണ്ടിരിക്കുക. ഏതാണ്ട് ഈ രൂപം ഓക്കെയാണ്. ഞാൻ ഡയറക്ടറോട് പറഞ്ഞാലോ? കുഞ്ഞാലി മരക്കാരായിട്ടോ? അല്ല, കുഞ്ഞാലി മരക്കാരന്റെ വാപ്പയായിട്ട്. കുഞ്ഞാലി മരക്കാരൻ ഞാൻ അഭിനയിക്കണേ. അതിന് 5 നേരം പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് കുടുംബത്ത് വന്നിരിക്കണം എന്നെ ഈ അഭിനയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി. എന്നെ അഭിനയിപ്പിക്കാനോ? അല്ല, അഭിനയിക്കൂലെങ്കിൽ വേണ്ട, ഞാൻ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഡയലോഗ് ഉണ്ടാവോ? ഡയലോഗ് ഉണ്ട്. എന്നാ ഞാൻ നാടകമൊക്കെ ചെയ്തിട്ടുണ്ട് ആദ്യം. കണ്ടപ്പോ ഒരു കലാകാരന്റെ ലക്ഷണം തോന്നി, അതല്ലേ ഞാൻ ചോദിച്ചേ. ഇപ്പൊ ഇങ്ങനെ പറ്റണില്ല. അപ്പൊ ആൾക്കാരൊക്കെ അറിയണ കാരണം ഞാൻ ഇവിടെ നമ്മുടെ അവിടുത്തെ പരിസരത്ത് അല്ലാത്ത സ്ഥലത്താണെങ്കിൽ വരാം. പൈസ വേണ്ടി വരും. എന്തിന്? അഭിനയിക്കാൻ. അഭിനയിക്കാൻ എന്തിനാ പൈസ? അഭിനയം ഉണ്ടായ പോലെ. അല്ല, പുതിയ ആളല്ലേ, രംഗത്തേക്ക് വരുമ്പോ ഒരു ചെറിയ ഇത് കൊടുക്കണം. ആർക്ക്? അവിടെ നിർമ്മാതാവിന്. അങ്ങനെ പൈസ കൊടുത്തിട്ടുള്ള അഭിനയം അല്ലേ? വലിയ തുകയൊന്നുമില്ല. അത് വേണ്ട, അത് ശരിയാവില്ല. ഒരു 25,000 രൂപയുടെ ചെലവേ ഉള്ളൂ. കൊടുത്താലും ദിവസം ടി വിയിൽ കണ്ടോണ്ടിരിക്കുക ആൾക്കാർക്ക്. 25,000 രൂപ കൊടുത്തിട്ട് എന്താ ഈ പറഞ്ഞ? അഭിനയിക്കാൻ വേണ്ടി 10-25,000 ഉറുപ്പ്യ ചെലവാക്ക്. അല്ല, ഒപ്പം നമ്മുടെ ഈ പേപ്പറും ഒക്കെ ശരിയാക്കി കൊടുക്കണ്ടേ? അങ്ങനെ. അത് ശരി. അപ്പൊ ഇങ്ങടുള്ള കനാല് ആ വഴി ഇങ്ങനെ വെട്ടി വെള്ളം എടുക്കുകയാണ് അല്ലേ? നടക്കൂല. അത് ഇത് നോക്കൂ ഇപ്പൊ തൽക്കാലം. ഇതിനകത്തൊരു പേപ്പർ കുറവുണ്ട്. ആ കുറവുള്ള പേപ്പറാണ് ഞാൻ തരൂല്ല പറഞ്ഞത്. അല്ല, ആ പേപ്പർ അല്ല. ഏത് പേപ്പർ? ഇതിനകത്തൊരു പേപ്പർ കുറവുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അത് സാറ് പറഞ്ഞുതരാം അത് ഏത് പേപ്പറാണെന്നുള്ളത്. അപ്പൊ എനിക്ക് വിശ്വാസമല്ല. അല്ല, എനിക്ക് ഞാനത് കണ്ണടച്ച് കൂടിയാണ്. എൻ്റെ സീരിയലൊന്ന് കണ്ടാൽ മതി. കൊടുത്താൽ മതി.